മക്കളെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഇന്ന് ഞാനൊരു നാടൻ പയറുപ്പേരിയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഈ പയറുപ്പേരിക്കൊരു പ്രത്യേകതയുണ്ട്. ഇതെൻ്റെ ഉമ്മച്ചിയുടെ റെസിപ്പിയാണ്. ചിലപ്പോൾ നിങ്ങളിൽ പലരും ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടാകും. എന്നാലും നിങ്ങളിത് അവസാനം വരെ ഒന്ന് കണ്ടു നോക്കൂ, ഉമ്മച്ചി എങ്ങനെ ഉണ്ടാക്കുന്നു കാണാലോ. അപ്പോൾ നമ്മൾ പാചകത്തിലോട്ട് കടക്കുന്നതിന് മുന്നേ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നാലും ഞാൻ ഇന്ന് പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസിന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അതിന് വേണ്ടി ഒരു ബോളിൽ ആവശ്യത്തിനനുസരിച്ച് പയർ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്ത് വെക്കണം, എന്നാലും നമുക്ക് അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. അതിനായി ചൂടാക്കിയ ചട്ടിയിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലും ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും 1 ടീസ്പൂൺ കാശ്മീർ ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് പയറൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ പയറൊക്കെ മസാലയിൽ പിടിക്കുന്ന വരെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഒരു 2 പച്ചമുളക് നമ്മൾ നീളത്തിൽ കട്ട് ചെയ്ത് ഇതിലോട്ടൊന്ന് ചേർത്തെടുക്കാം. ആവശ്യത്തിനനുസരിച്ച് ഉപ്പും ചേർത്തെടുത്ത് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കണം. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ഇപ്പം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇത് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് 2 ചെറിയ ഉള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് 2-3 മിനിറ്റ് ഇത് വീണ്ടും അടച്ചു വെച്ചതിന് ശേഷം തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതിലുള്ള ചേരുവകളൊക്കെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയ തേങ്ങ ചിരവിയത് 2 ടേബിൾ സ്പൂണോളം ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ 2 മിനിറ്റോളം ഒന്ന് വേവിച്ച് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഉമ്മച്ചിയുടെ പയറുപ്പേരി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നാലും ഞാനിന്ന് പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. പിന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ശരി, ബൈ, അസ്സലാമു അലൈക്കും. വീണ്ടും അടുത്ത റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം.